Good morning, students. In this video lecture, we are going to discuss the last portion from your sixth unit, that is immunity and disease. Here we are going to discuss two segments, the autoimmune responses or autoimmune diseases and graft rejection. These are the two topics we are going to discuss here. First, we are going to discuss what is an autoimmune responses. You may heard about autoimmunity. ഓട്ടോഇമ്മ്യൂണിറ്റി എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഒന്നുമില്ല, സാധാരണ നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളെ ശരീരത്തിൽ പുറത്തുനിന്ന് കയറുന്ന ഒരു ഫോറിൻ പാർട്ടിക്കിളിനോടാണ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സെൽഫ് നോൺ സെൽഫ് റെക്കഗ്നിഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് നമ്മളെ ശരീരത്തിന്റെ ഓൺ ആയിട്ടുള്ള സെല്ലിനെ അത് ശരീരത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയാനും, അതേപോലെ ശരീരത്തിന്റെ ഭാഗമല്ലാത്തൊരു സാധനം പുറത്തുനിന്ന് കയറി വന്നു കഴിഞ്ഞാൽ അതൊരു ഫോറിൻ പാർട്ടിക്കിൾ ആണെന്നും അത് നശിപ്പിച്ച് കളയേണ്ടതാണെന്നും മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇമ്മ്യൂൺ സിസ്റ്റത്തിനുണ്ട്. ഓക്കെ, അപ്പൊ ഈ കപ്പാസിറ്റി ചില സന്ദർഭങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മളെ ഓൺ സെല്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട്, നമ്മളെ ബോഡിയിലുള്ള ഏതെങ്കിലുമൊക്കെ സെല്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളെ ബോഡി തന്നെ ഇമ്മ്യൂൺ റെസ്പോൺസസ് ഉണ്ടാക്കുക, എന്നിട്ട് അതിനെ നശിപ്പിച്ച് കളയുക. ഇതിനെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ നശിപ്പിച്ച് കളയുന്ന സമയത്ത് പല രോഗങ്ങളും പല കോശങ്ങൾക്കും സ്പെസിഫിക് ആയിട്ടായിരിക്കും ഇങ്ങനെയുള്ള റെസ്പോൺസസ് ഉണ്ടാവുക. അപ്പൊ അതെന്ത് ചെയ്യും, പല രോഗങ്ങൾക്കും കാരണമാവും. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നൗ വി ആർ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. Antigens present in one's own cell are called autoantigens or self antigen. നമ്മളെ ശരീരത്തിൽ തന്നെ ഉണ്ടാവുന്ന ആന്റിജൻ, പുറത്തുനിന്ന് വരുന്നതൊന്നല്ല, അങ്ങനെയുള്ള ആന്റിജനെയാണ് നമ്മൾ ഓട്ടോ ആന്റിജൻസ് ഓർ സെൽഫ് ആന്റിജൻ എന്ന് പറയാം. ഇനി what is autoimmunity? It is defined as the humoral or cell-mediated immune response against the constituents of the body itself. അതായത് നമ്മുടെ ശരീരത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ ഒന്നുകിൽ ഹ്യൂമറൽ ആവാം അല്ലെങ്കിൽ സെൽ മീഡിയേറ്റഡ് ആവാം. ഇതിൽ ഏതെങ്കിലും ഒരു ഇമ്മ്യൂണിറ്റി ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. ഓക്കെ, when the immune system recognizes an antigen of its own when an immune system recognizes an antigen of its own body as non-self, the immune response is produced. എപ്പോഴാണ് ഇങ്ങനെയുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിനെ, നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ ഒരു പാർട്ടിക്കിളിനെ ഇമ്മ്യൂൺ സിസ്റ്റം നോൺ സെൽഫ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുക, സെൽഫിനെ നോൺ സെൽഫ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്താണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസസ് ശരീരത്തിൽ ഉണ്ടാകുന്നത്. ഹിയർ ഇമ്മ്യൂൺ സിസ്റ്റം ലോസസ് ഇറ്റ്സ് ഓൺ, അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആണ്, ആസ് ഐ സെഡ്, സെൽഫ് നോൺ സെൽഫ് റെക്കഗ്നിഷൻ. ആ റെക്കഗ്നിഷൻ കപ്പാസിറ്റി പോയിട്ട് it act against our body, then which results autoimmune response. ഇവിടെ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, there are hundreds of different types of autoimmune disorders. പല ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക്, ഇപ്പൊ തൈറോയിഡ്, അഷിമോട്ടോസ് ഡിസീസ്, ഗ്രേവ്സ് ഡിസീസ് എന്നെല്ലാം പറഞ്ഞാൽ നമ്മളെ തൈറോയിഡ് ഗ്ലാൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡി തന്നെ ആക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇമ്മ്യൂൺ അതിനെ നശിപ്പിച്ചു കളയാം. അപ്പോഴാണ് അങ്ങനെയുള്ള ഡിസീസ് ബ്രെയിനിൽ ഉണ്ടാവുന്നുണ്ട്, ബ്ലഡിൽ ലുക്കീമിയ ഉണ്ടാവുന്നുണ്ട്, ലൂപ്പസ് എറിത്രോമാറ്റോസിസ് ഉണ്ടാവുന്നുണ്ട്, ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ കുറേ ഡിസീസ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡയബറ്റീസ് 1, ഓക്കെ, നാർവ്സിലുണ്ട് ഡയബറ്റീസ് ന്യൂറോപ്പതി എന്നൊക്കെ പറഞ്ഞിട്ട്, ലങ്സിൽ ഉണ്ടാവുന്നുണ്ട്, സ്കിന്നിന് ഉണ്ടാവുന്നുണ്ട്, മസിൽസിൽ ഉണ്ടാവുന്നുണ്ട്, ബോൺസിൽ ഉണ്ടാകുന്ന, ഓൾമോസ്റ്റ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ ഡിഫറെന്റ് ഭാഗങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസസ് മനുഷ്യനിൽ കാണപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആക്കി നോക്കാം. Autoimmunity generally leads to the destruction of one's own tissue causing diseases. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു സെല്ലിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഡിസീസസ് ഉണ്ടാവും, കാരണം they are doing some function. Autoimmune diseases are defined as a group of disorders in which tissue injury is caused by humoral or cell mediated immune response to self antigen. The autoimmune response ആക്റ്റീവ് ആകുന്നത് ചിലപ്പോൾ ഹ്യൂമറൽ ആവാം, ചിലപ്പോൾ സെൽ മീഡിയേറ്റ് ആവാം. ഇത് രണ്ടും ആക്ട് ചെയ്യുന്നുണ്ട്. Okay, normally autoimmunity produces tissue injury and tissue damage in own body. Autoimmunity was first discovered by Metelnikov. Okay, autoimmune diseases was first discovered by Donath and Landsteiner in 1904. Anyway, what are the characteristics of autoimmune diseases?
Autoimmune diseases are caused by autoimmune responses. You know what is autoimmune responses, okay? And the disease can be passively transferred by the transfer of autoantibodies or sensitized lymphocyte. ഇപ്പോൾ നമുക്ക് എൻ്റെ ശരീരം ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ വേറൊരാളെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത ഈ ആൻറ്റിബോഡീസ് എൻ്റെ ശരീരത്തിലേക്ക് പാസീവായിട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് ഇതേപോലെയുള്ള റെസ്പോൺസസ് എൻ്റെ ബോഡിയിൽ ഉണ്ടാവും. In autoimmune disease, an elevated amount of immunoglobulin is produced. ഇമ്യൂണോഗ്ലോബുലിൻ്റെ എമൗണ്ട് ഭയങ്കര കൂടും അറിയാം ഇത് ഈ ഇമ്മ്യൂൺ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഇമ്മ്യൂൺ സിസ്റ്റം ലോസ്റ്റ് സെൽഫ് നോൺ സെൽഫ് റെക്കഗ്നിഷൻ. ആ സെൽഫിനെയും നോൺ സെൽസിനെയും ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ. അത് നഷ്ടപ്പെടുമ്പോഴാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെ കാരണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസസ് ഉണ്ടാവുന്നുണ്ട്? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് ഒന്നാണ് സെക്വസ്റ്റേർഡ് ആന്റിജൻ. സെക്വസ്റ്റേർഡ് ആന്റിജൻ എന്ന് പറഞ്ഞാൽ, സെക്വസ്റ്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേർഡ് മീനിങ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആന്റിജൻ എന്നാണ്. അപ്പൊ അത് അതന്നെ കാണിക്കുന്നത്, അതായത് നമ്മുടെ ശരീരത്തിലെ ചില സെല്ല്, ചില കോശങ്ങൾ ഇതൊന്നും നോർമൽ ബോഡിയിൽ എക്സ്പോസ്ഡ് ആവുന്നുണ്ടാവില്ല. അത് ചിലപ്പോൾ മറിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ ഇത് എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇല്ലാത്തൊരു പുതിയ സാധനമാണ് ഉണ്ടാകുന്നത്. അപ്പം അവർ ബോഡി വിൽ ആക്ട് അഗെയിൻസ്റ്റ് ഇറ്റ്. അങ്ങനെ ഉണ്ടാകുന്ന റെസ്പോൺസസിന്, അതാണ് ഇമ്മ്യൂൺ റെസ്പോൺസസ് ഉണ്ടാവാനുള്ള ഒരു കാരണം. Certain antigen remain in scheduled places. They are not accessible to the immune system. ചില പ്രത്യേക സ്ഥലത്തായിരിക്കും ഉണ്ടാവുക, കവർ ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും മറച്ചു വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരിക്കലും ആക്സസിബിൾ അല്ല. ആ സെല്ലിനെ ഇതുവരെ ഇമ്മ്യൂൺ സിസ്റ്റം പരിചയപ്പെട്ടിട്ടേ ഇല്ല. ദീസ് ആന്റിജൻസ് ആർ കോൾഡ് സെക്വസ്റ്റേർഡ് ആന്റിജൻ. ഇങ്ങനെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള പ്ലേസിൽ വെച്ചിട്ടുള്ള ആന്റിജനെയാണ് നമ്മൾ സെക്വസ്റ്റേർഡ് ആന്റിജൻ എന്ന് പറയാം. These include lens antigen, sperm antigen. ഇങ്ങനത്തെ ഇതെല്ലാം ഇതിന്റെ എക്സാമ്പിൾ ആണ്. Okay, once they are exposed to immune system, they are recognized as non-self and autoimmune response is produced, as I said. First example, lens antigen. അതായത് നമ്മളെ കണ്ണിന്റെ ഉള്ളിലുള്ള ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന സെൽസ്. The lens protein remains its capsule and does not circulate in the blood. Normally അത് ആ ക്യാപ്സ്യൂളിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക, ഒരിക്കലും ബ്ലഡിലുമായിട്ട് കോണ്ടാക്ട് വരുന്നില്ല. Hence, this antigen is not exposed to the immune system during fetal life, and the individual does not develop immunal tolerance against the antigen. ഈ ആന്റിജൻ ഒരിക്കലും നമ്മളെ ഫീറ്റൽ ഡെവലപ്മെന്റിന്റെ സമയത്ത് നമ്മളെ ബ്ലഡിൽ എത്താത്തത് കൊണ്ട് തന്നെ നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരിക്കലും അതിനെ ഒരു ടോളറൻസ്, ഇമ്മ്യൂണോളജിക്കൽ ടോളറൻസ് ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പൊ ആ ടോളറൻസ് ഇല്ലാത്തതാണ് പിന്നെ പ്രോബ്ലം വരുന്നത്. നോക്കുക ഇവിടെ നമുക്ക് ഡ്യൂറിങ് കാറ്ററാക്ട് സർജറി ഓർ എനി ഇഞ്ചറി ടു ദ ലെൻസ്, ദിസ് ലെൻസ് ആന്റിജൻ ലീക്ക് ഔട്ട്. എന്തെങ്കിലും കാരണവശം കൊണ്ട് നമുക്ക് വല്ല ആക്സിഡന്റോ അല്ലെങ്കിൽ ഓപ്പറേഷന്റെ സമയത്തൊക്കെ ഈ ലെൻസിൽ നിന്ന് ഈ ആന്റിജൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് ഫസ്റ്റ് ടൈം നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ ആന്റിജനുമായിട്ട് കോണ്ടാക്ട് വരുന്നത്. ആ സമയത്ത് എന്ത് സംഭവിക്കും? ദിസ് കോസസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഓട്ടോ ആന്റിബോഡീസ് ഫോർ ലെൻസ് ആന്റിജൻ ആൻഡ് ദേ ഡാമേജ് ദീ സെൽസ്. ഈ ലെൻസിനെ അത് ഡാമേജ് ചെയ്ത് കളയും ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്തിട്ട്. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ ആണ് സ്പേം ആന്റിജൻ. നമുക്കറിയാം സ്പേം സെൽസ് നോർമലി നമ്മളെ ഫീറ്റൽ ലൈഫിലൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഒരു 13 മുതൽ 15 വയസ്സ് വരെയുള്ള സമയത്താണ് എന്ത് ചെയ്യുന്നത്? സ്പേം ആന്റിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ബ്ലഡിൽ എത്താതെ കൊണ്ട് തന്നെ നമുക്കൊരു ടോളറൻസ് ഡെവലപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ ചില അസുഖം കൊണ്ട് ലൈക്ക് മംസ് ഡിസീസ് ഇങ്ങനെയുള്ള സമയത്ത് ഈ സ്പേം ആന്റിജൻസ് പുറത്തേക്ക് വരുവാണെങ്കിൽ, ബ്ലഡിലേക്ക് വരുവാണെങ്കിൽ ഇത് ഈ സെല്ലിനെ മൊത്തം നശിപ്പിച്ചു കളയാനും പിന്നീട് അത് ഇൻഫെർട്ടിലിറ്റിക്ക് വരെ കാരണമാവും ചെയ്യും. ഓക്കെ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മംസ് ഡിസീസ് ആൺകുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാവും എന്നൊക്കെ. അപ്പൊ അതിന്റെ ഒരു കാരണം ഇതാണ്. ഓക്കെ, പിന്നൊന്ന് ആദ്യം നമ്മൾ സെക്വസ്റ്റേർഡ് ആന്റിജൻ പറഞ്ഞു. രണ്ടാമത്തെ ഒരു ആന്റിജൻ ആണ് നിയോ ആന്റിജൻ, പുതിയതായിട്ടുള്ള ആന്റിജൻ. എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പുതിയ ആന്റിജൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യുക? ഇതിനെ നമ്മൾ മോഡിഫൈഡ് ആന്റിജൻസ് എന്നും പറയും. Some particles are altered by physical agents, irradiation or chemical agent, drugs or microbial agent as intracellular viruses. അതായത് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള ഒരു സാധനത്തിന് എന്തെങ്കിലും ഒരു ആൾട്ടർനേഷൻ വരിക, ഒരു ചേഞ്ച് വരിക, കെമിക്കൽ മോഡിഫിക്കേഷൻ. അത് എന്തെങ്കിലും ഫിസിക്കൽ ഏജന്റ്, ചിലപ്പോൾ അൾട്രാ UV ലൈറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ഡ്രഗ്സ് നമ്മൾ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ ഇൻഫെക്ട് ചെയ്ത് ഏതെങ്കിലും വൈറസിന്റെ അറ്റാക്ക് കൊണ്ടോ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള ഒരു പാർട്ടിക്കിൾ മോഡിഫൈ ചെയ്യുക,
മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇത്ര കാലം ഇല്ലാണ്ടെന്ന പുതിയൊരു പാർട്ടിക്കിളായി മാറും. അപ്പൊ നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ സാധനമാണ്. അപ്പൊ ഇമ്മ്യൂൺ സിസ്റ്റം അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. The altered antigen no longer considered by the immune system as self antigen. Hence, the altered antigen provoke the autoimmune response. This disease produced by neoantigens include dermatitis, anemia, leukopenia, thrombocytopenia, etc. അപ്പൊ ഇതൊക്കെ അതിന് എക്സാമ്പിളാ. ഇതുവരെ ഇല്ലാത്ത പുതിയൊരു ആന്റിജൻ ശരീരത്തിൽ ഉണ്ടാകുന്ന എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ആൾട്ടർനേഷൻ. മൂന്നാമത്തേതാണ് ക്രോസ് റിയാക്റ്റിംഗ് ആന്റിജൻസ്. ക്രോസ് റിയാക്റ്റീവ് ആന്റിജൻ is a foreign antigen which structurally resembles a second antigen, so that will react with the antibody to the second antigen. ഓക്കെ, അതായത് ഒരു ആന്റിജൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നു. അപ്പോൾ അതേപോലത്തെ ഒരു ആന്റിജൻ നമ്മൾ സിമിലർ ആയിട്ടുള്ളത് നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ ഈ ഉണ്ടാക്കുന്ന ആന്റിബോഡി പുറത്തുനിന്ന് വരുന്ന ആൾക്ക് എഗെയിൻസ്റ്റ് മാത്രമല്ല നമ്മളെ ശരീരത്തിൽ അതിനോട് സിമിലർ ആയിട്ടുള്ള സാധനത്തിനെ കൂടി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അതാണ് ക്രോസ് റിയാക്ടിങ് ആന്റിജൻ. ഓക്കെ, മെനി സ്പീഷീസ് ഷെയർ organ specific antigen. Example, antigen of a human brain, that of the sheep brain are cross reactive. അപ്പോൾ അതായത് ഇപ്പം ഷീപ്പ് ബ്രെയിനിലുള്ള ആന്റിജൻ നമ്മളെ ശരീരത്തിൽ കഴിഞ്ഞാൽ നമ്മൾ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ ഈ ആന്റിബോഡി ഷീപ്പ് അതിന് മാത്രമല്ല നമ്മളെ ഓൺ ബ്രെയിൻ സെല്ലിനെയും നശിപ്പിച്ച് കളയും. ദിസ് മേ കോസ് ഡാമേജ് ദി ഇൻഡിവിജ്വൽ ബ്രെയിൻ ടിഷ്യൂ ഡ്യൂ ടു ക്രോസ് റിയാക്ഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് ഷീപ്പ് ബ്രെയിൻ ആന്റിജൻ. ഓക്കെ, ആൻഡ് 4 സിസേഷൻ ഓഫ് ടോളറൻസ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു ഇമ്മ്യൂൺ ടോളറൻസ് ഉണ്ട്. അതായത് നമ്മളെ ഓൺ ബോഡീനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മളെ സെൽഫ് അന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ചില സമയത്ത് ഇതങ്ങ് സ്റ്റോപ്പ് ആയി പോകും, ആ ടോളറൻസ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ എന്ത് ചെയ്യും, ആ സെല്ലിനെ അഗെയിൻസ്റ്റ് വർക്ക് ചെയ്യുക, ആക്ട് ചെയ്യും, അതിനെ നശിപ്പിച്ചോളിയും. അതിന്റെ കാരണം എന്ന് പറയുന്നത് പല കാരണങ്ങളും ഉണ്ടാവും. ചിലപ്പം മേ ബി സം ജനറ്റിക് റീസൺ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ ഇതെന്ത് ചെയ്യും, സിസേഷനോ ആ ടോളറൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഓൺ ബോഡിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അഞ്ചാമത്തെ കാര്യമാണ് ലോസ് ഓഫ് ഇമ്മ്യൂണോ റെഗുലേഷൻ. നമ്മളെ ഇമ്മ്യൂൺ റെഗുലേറ്റ് ചെയ്യുന്നത് വെറൈറ്റി ഓഫ് ടി ആൻഡ് ബി സെൽസ് ആണ്. അപ്പൊ ഈ സെൽസിന് എന്തെങ്കിലും ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓട്ടോ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. അതായത് ഡിഫക്റ്റീവ് ബി സെൽസ് ഓർ ടി സെൽസ് ഇതിന് എന്തെങ്കിലും ഡിഫക്റ്റീവ് ആവുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസസ് ഉണ്ടാവും. The overactivity or lowered activity of T or B cell cause autoimmune responses. This result loss of immune regulation and loss of tolerance or നമ്മൾ ടോളറൻസ് നഷ്ടപ്പെടുക. അപ്പോൾ എന്ത് ചെയ്യും, സെൽഫ് നോൺ സെൽഫ് റെക്കഗ്നിഷൻ ഇല്ലാണ്ടാവും, which also result autoimmunity.